ഹലോ, നമ്മളിന്ന് പോകുന്നത് തിരുവനന്തപുരം അക്കരക്കര കീഴാറിനടുത്തുള്ള കിഴക്കൻ. ഇതിന്റെ ലൊക്കേഷൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാം കമന്റ് ചെയ്യുകയാണെങ്കിൽ ഇത് DM-ൽ അയച്ചു തരുന്നതായിരിക്കും. പിന്നെ കൂടുതൽ ഡീറ്റെയിൽസിന് അറിയാൻ ഈ വീഡിയോ ഫുള്ളായി കാണുക. തിരുവനന്തപുരം അക്കരക്കര കീഴാറിനടുത്തുള്ള ഒരു സ്ഥലമാണ് കിഴക്കൻമല. കാണുന്നത് പോലെ നല്ല റോഡാണെങ്കിലും ഇത് കുറച്ച് പോകുമ്പോഴേക്കും ഓഫ് റോഡായി മാറും. അതുകൊണ്ട് നല്ല കണ്ടീഷനുള്ള വണ്ടിയും കൊണ്ട് വരിക. ഇതിന്റെ മുകളിൽ കേരള വാട്ടർ അതോറിറ്റി ഒരു വലിയ ബിൽഡിംഗ് ഉണ്ട്. അതുവരെ നല്ല റോഡാണ്. പിന്നെ കുറച്ചപ്പുറത്ത് പോയാൽ ഒരു കോവിലും കാണാം. അങ്ങനെ നമ്മൾ ആദ്യത്തെ സ്പോട്ടിലെത്തി. ഇവിടെ നല്ലൊരു വ്യൂ സ്പോട്ടാണ്. ആരുടെ ശല്യമില്ലാതെ കുറച്ച് കാറ്റും കൊണ്ട് നല്ല വ്യൂ കണ്ടിരിക്കാൻ പറ്റിയ സ്ഥലമാണ്. പിന്നെ ഈ മലയുടെ പ്രത്യേകത എന്തെന്നാൽ ഇവിടെ 5 ടവറുണ്ട്. അതുകൊണ്ട് ഇവിടെ അധികം ആരും താമസിക്കാറില്ല. അങ്ങനെ ഇവിടെ കുറച്ചും കൂടി കറങ്ങിയതിന് ശേഷം നമ്മുടെ മെയിൻ സ്ഥലത്തേക്ക് പോയി. പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ച പോലെ അല്ലായിരുന്നു അത്. മുൻപ് ഈ സ്ഥലത്ത് പച്ചപ്പ് കുന്നേരിയ പോലെയായിരുന്നു. ഇപ്പോഴാ ഇവിടെ ഫാമാണ് വന്നിരിക്കുന്നത്. ചുറ്റിനും മുള്ളുവേലി കെട്ടി അടച്ചിരിക്കുകയാണ്. അത് കണ്ടപ്പോൾ വളരെ സങ്കടം തോന്നി. എന്നാലും മുന്നോട്ട് വെച്ചാൽ മുന്നോട്ടെന്ന രീതിയിൽ സൈഡിൽ കൂടി അകത്ത് കയറാൻ നോക്കി. പക്ഷെ ഒരു രക്ഷയുമില്ല. പിന്നെ എന്തായാലും ഇതുവരെ വന്നേലേ, കുറച്ചും കൂടി നടന്നു നോക്കാമെന്ന് നോക്കിയപ്പോഴാണ് വേറൊരു സ്ഥലം കണ്ടത്. ഒറ്റ നോട്ടത്തിൽ വളരെ നിഗൂഢത നിറഞ്ഞൊരു സ്ഥലമാണിത്. ഇതുവരെ കണ്ടിട്ടില്ലാത്ത പൂവും ഒറ്റയ്ക്കൊരു കാട്ടിനടുവിൽ ഒരു വീടും, ചുരുക്കി പറഞ്ഞ ഒരു പ്രേത സെറ്റപ്പ്. ഈ വീടിന്റെ പുറകിൽ പണ്ടൊരു ഗാർഡൻ ആയിരുന്നു. കുറേ അധികം വെറൈറ്റി ചെടികളും മരങ്ങളും അവിടെ തന്നെ കാണാം. പിന്നെ കുറച്ച് താഴോട്ട് പോവുകയാണെങ്കിൽ ഒരു വലിയ കുളം കാണാം. ഈ കുളത്തിന്റെ ഭംഗി കണ്ട് ആസ്വദിക്കുക ഇവിടെ ആരോ കസേരയും വെച്ചിട്ടുണ്ട്. ആര് വെച്ചതായാലും താങ്ക്സ്. പിന്നെ കുറച്ച് താഴോട്ട് കൂടി പോയാൽ വേറൊരു കുളം കാണാം. അവിടെ ഈ പാമ്പ്, ചെറിയ മീൻ അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. ഇവിടെ ഇങ്ങനെ ഒരു കുളം ഉണ്ടാകുന്ന നമ്മൾ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ചൂണ്ടയും കൊണ്ട് വന്നിരുന്നേനെ. പിന്നെ നമ്മൾ ആ വീട്ടിലേക്ക് പോയി. എനിക്ക് തോന്നുന്നത് ഇവിടെ മുമ്പ് താമസിച്ചിരുന്നവർ ഇവിടെ നിന്ന് സാധനങ്ങളൊന്നും എടുക്കാതെയാണ് വീട് മാറിപ്പോയത്. ഒരു വീടിന് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ പഴക്കം കാരണം അതൊന്നും ഇപ്പോൾ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലാണ് കിടക്കുന്നത്. പിന്നെ ഇവിടെ വന്ന് വെറും കൈയോടെ ആരും പോകത്തില്ല. പുളിച്ചിക്ക, മുട്ടപ്പഴം, കൊക്കോ അങ്ങനെ വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഒരു നേരത്തേക്കുള്ളതെല്ലാം ഇവിടെ ഉണ്ട്. പിന്നെ കുറച്ച് അപ്പുറത്തായിട്ട് വേറെ ചെറിയ ചെടികളൊക്കെ നട്ടിരിക്കുന്ന ഒരു ചെറിയ ഗാർഡൻ ഉണ്ട്. പക്ഷെ അത് ആരും നോക്കാത്തത് കൊണ്ട് ഇപ്പോൾ കാട് പിടിച്ച് കിടക്കുകയാണ്. അങ്ങനെ അവിടെ എല്ലാം കുറേ നേരം കറങ്ങി നടന്നിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിക്കാണ് മറ്റൊരു സ്ഥലം നമ്മളെ കണ്ണിൽപ്പെട്ടത്. ഇവിടെ ആൾക്കാർ വിളക്കൊക്കെ കത്തിച്ച് വെക്കും. അതുകൊണ്ട് ഇവിടെ വരുന്നവ അലമ്പൊന്നും കാണിക്കാൻ നിൽക്കല്ല. അങ്ങനെ ഇരുട്ടി തുടങ്ങിയപ്പോഴേക്കും ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു. ഈ സ്ഥലത്തിന്റെ ലൊക്കേഷൻ ഡീറ്റെയിൽസ് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കമന്റ് ചെയ്യുകയാണെങ്കിൽ ലൊക്കേഷൻ നിങ്ങൾ DM-ൽ അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ